നീ രാജപദവി സ്വീകരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഇന്ന് തുടങ്ങി ഈ കുടുംബത്തിന്റെ ചുമതലകളൊക്കെ വൈദേഹിയെ ഏൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. വിചാരിച്ച പോലെ തന്നെ നടന്നു. എന്താ ഇന്ദുമ്മ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം? എന്നെ എന്തിനാ ഈ വീട്ടിലെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നേ? അച്ഛനും അമ്മയും ഒക്കെ ഉള്ളപ്പോ എന്നെ ഇതൊന്നും ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് വേണ്ട അച്ഛാ. വേണ്ടെന്ന് പറയുന്നത് മോളുടെ നല്ല മനസ്സുകൊണ്ടാ. പക്ഷെ നിനക്ക് മാത്രമേ ഈ കുടുംബത്തെ നോക്കി നടത്താൻ പറ്റൂന്ന് വിശ്വാസമുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. അതൊക്കെ തൽക്കാലം അവിടെ നിക്കട്ടെ അച്ഛാ. എനിക്ക് ചിലതൊക്കെ പറഞ്ഞേ പറ്റൂ. ഓക്കേ, നേരം വെളുത്തു തുടങ്ങിയതും എല്ലാരെയും വിളിച്ചു കൂട്ടിയപ്പോ അതെല്ലാവർക്കും നന്മയുള്ളൊരു കാര്യമായിരിക്കുമെന്നാ ഞാൻ കരുതിയേ. പക്ഷേ ഇങ്ങനൊരു പക്ഷാഭേദം കാണിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഊർമിളെ, നീ ആരോടാ സംസാരിക്കുന്നത് ഓർത്തോണ്ട് വേണം. അയ്യോ ഇന്ദുവമ്മേ, ഓർമ്മയുണ്ട്. ഓർമ്മയുള്ളതുകൊണ്ടാ ഇത്രയും കാലവും ബഹുമാനിച്ചതും ഒന്നും പറയാതിരുന്നതും. പക്ഷേ ഇനിയും ഞാനൊന്നും പറയാതിരുന്ന ജീവിതകാലം മുഴുവൻ ഒരടിമയെ പോലെ ഇവിടെ കഴിയേണ്ടി വരും. ഇതിൽ നിനക്കെന്താ ഒരു എതിരഭിപ്രായം? അഭിപ്രായം ചോദിക്കേണ്ട സമയമാണോ ഇത്? വീടിന്റെ ഉത്തരവാദിത്വങ്ങൾ മുതിർന്ന ആളുകളെന്ന നിലയ്ക്ക് അമ്മയും അച്ഛനും തന്നെ വേണം നോക്കി നടത്താൻ. അതല്ലാതെ എന്ത് യോഗ്യതയുടെ പേരിലാ എല്ലാം വൈദേഹി ഏൽപ്പിക്കാൻ തീരുമാനിച്ച? ഈ വീടിന്റെ ഉത്തരവാദിത്വങ്ങളെന്ന് പറയുമ്പോ അടുക്കളപ്പണിയും വീട്ടുപണിയും മാത്രമല്ലല്ലോ, ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഉൾപ്പെടുന്നതാ. വംശത്തിന്റെ സംസ്കാരവും പൈതൃകവും ശീലങ്ങളും രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. ഒരക്ഷരം എഴുതാനറിയാത്ത വൈദേഹിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊക്കെ എങ്ങനെ തീരുമാനിച്ചു? പറയണം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമല്ലോ ഉണ്ടോ? ഇനി അങ്ങോട്ട് ഒരുപക്ഷെ നിങ്ങൾക്കിതൊക്കെ നോക്കി നടത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഞാനുണ്ടിവിടെ. എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് വൈദേഹിയല്ല ഏൽപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ അമ്പലത്തിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നവർക്കാണ് ആ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള യോഗ്യത ഉണ്ടാകുക. തലമുറകളായി നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നൊരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി നമ്മളെ രക്ഷിച്ചത് വൈദേഹിയ. അതിലും വലിയ യോഗ്യത എന്താണാവോ വേണ്ടത്? ഇവിടെ ഇപ്പോ വൈദേഹിയുടെ യോഗ്യത തീരുമാനിച്ചത് ഞങ്ങളല്ലല്ലോ, സാക്ഷാൽ മഹാദേവന്റെ തീരുമാനം അത്.
വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും അതിലാർക്കും പൂജയ്ക്കിരിക്കാനുള്ള യോഗ്യതയുണ്ടായില്ല. സമ്മതപത്രത്തിനു വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിച്ചതായിരുന്നില്ലേ? പക്ഷെ ഒടുവിൽ അത് വൈദേഹിയുടെ കൈകളിലാണ് എത്തിയത്. ദേവനോടൊപ്പം അവൾക്ക് നിലമാളിക തുറക്കാനുള്ള അനുവാദം കിട്ടി. ഈ കുടുംബത്തെ പിടിച്ചുലച്ച ശാപവിമോചനം നേടിയെടുക്കാനുള്ള അർഹതയുണ്ടായി. ഇതിൽ പറ എന്ത് യോഗ്യത വേണ്ടത്? അതൊക്കെ നീ ചെയ്തിരുന്നെങ്കില് ഇതൊക്കെ നിന്നെ തന്നെ ഏൽപ്പിച്ചേനെ. ഇവിടെ പക്ഷഭേദത്തിന് ഒരു സ്ഥാനമില്ല. ഇത് പക്ഷാഭേദം തന്നെയാ. ഏതോ ഒരു പൂജ ചെയ്തെന്ന് കരുതി എല്ലാം കൂടെ അവളുടെ തലയിലങ്ങ് വെച്ചു കൊടുക്ക. ഏതോ ഒരു പൂജയോ? എല്ലാം അറിഞ്ഞുകൊണ്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാരും ഒന്നിച്ചിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നതാ എനിക്ക് കാണാൻ ഇഷ്ടം. ഇത്തരം കാര്യങ്ങളിലൊന്നും എന്നെ ഉൾപ്പെടുത്തരുതമ്മേ. അതുകൊണ്ടല്ല മോളെ. ദയവേത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാൻ ആഗ്രഹിച്ചതെല്ലാം ദേവേട്ടന്റെ കൂടെ ഒരു ജീവിതോ, മരുമകളായി നിങ്ങളുടെയൊക്കെ അംഗീകാരവും. എന്തെങ്കിലും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാ എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും ഈ കുടുംബത്തെ ഞാൻ രക്ഷിക്കും. അതിനുവേണ്ടി ഈ അധികാരത്തിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇത് തന്നെയാ നിനക്കും വൈദേഹിക്കും തമ്മിലുള്ള വ്യത്യാസം. നീ ഇതിൽ അധികാരം മാത്രമാ കാണുന്നേ. പക്ഷെ അവളോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ അധികാരത്തിന്റെ ആവശ്യമില്ലെന്നാ പറയുന്നേ. ആർക്കാ യോഗ്യത എന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ആരുടെ കയ്യിൽ എന്ത് അധികാരം കൊടുത്താലും അതൊക്കെ എന്റെ പക തീരുന്നതുവരെ മാത്രം. ചേച്ചി ചേച്ചി ചേച്ചി, ഇന്നലെ താഴെ വീണ പായസം വെറുതെ എന്തിനാ കളയുന്നേന്നോർത്ത് നായ പൂച്ചയെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് വരാന്തേ വെച്ചതാ. ഒരു പൂച്ച അത് കഴിച്ച് അപ്പൊ തന്നെ ചത്തുപോയി. ഇവിടെ അച്ഛനും മക്കളും മരിക്കാനാണ് വിഷം വെച്ചത്. ഒടുവിലൊരു പൂച്ചയാണോ ചത്തത്? എന്തായാലും ഇവർക്കിപ്പോ സംശയം തോന്നി തുടങ്ങും. എന്നുവെച്ചാ ആ പായസം താഴെ വീഴാതിരുന്നെങ്കിൽ നിവേദിയായിട്ട് നമ്മളെല്ലാരും കഴിച്ചേനെ. അയ്യോ, ശരിയാ ദാസേട്ടാ, ദൈവാനുഗ്രഹം കൊണ്ട് അത് താഴെ വീണു പോയത്. അല്ലായിരുന്നെങ്കിൽ ഈ വീട് മുഴുവൻ ഇപ്പൊ ഒരു മരണ വീടായി മാറില്ലായിരുന്നു. ദൈവമല്ല കൗസല്യ, അത് നമ്മുടെ വീട്ടിലെ ദേവതയെ രക്ഷിച്ചത്. വൈദേഹി ഇന്നലെ ആ പായസം താഴെ കളഞ്ഞിട്ട് വേറെ ഉണ്ടാക്കി തന്നില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാരും അത് കഴിക്കില്ലായിരുന്നു. ഇന്നിവിടെ ആരും ജീവനോടെ ഉണ്ടാവുകയില്ലായിരുന്നു.
വൈദേഹി തന്നെയാ നമ്മുടെ എല്ലാം ജീവൻ രക്ഷിച്ചത്. അനുഗ്രഹം നേടി പൂജ ചെയ്തപ്പോ ഈ കുടുംബത്തെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നാ വിചാരിച്ചെ. എന്നാൽ അതിനു മുമ്പ് തന്നെ നീ രക്ഷകയായി. അതൊക്കെ ഞാൻ അറിയാതെ സംഭവിച്ച കാര്യങ്ങളല്ലേ അച്ഛ. അതിന്റെ പേരില് എനിക്ക് ഇത്ര വലിയ സ്ഥാനങ്ങളൊന്നും തരേണ്ട കാര്യമില്ല. അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും ഇന്ന് ഞങ്ങളെല്ലാവരുടെ ജീവനോടെ നിൽക്കുന്നത് മോള് കാരണം മാത്ര. ഈ സംഭവങ്ങളൊന്നും നീ അറിഞ്ഞതല്ലോ. ഇന്നലെ നീ എന്താ അവളോട് ചോദിച്ചേ? പായസത്തിൽ എന്താ ചേർത്തത്, ആരെ കൊല്ലാൻ വേണ്ടിയാണെന്നല്ലേ? പക്ഷെ ഇന്ന് നീ അടക്കം ഇവിടെ എല്ലാവരും ജീവനോടെ നിൽക്കുന്നത് വൈദേഹി ഒരാള് കാരണം മാത്രം. നമ്മളെ രക്ഷിക്കാനെത്തിയ ദേവിയാണിവള്. ഇതിൽ കൂടുതൽ അവക്ക് എന്ത് യോഗ്യതയാ വേണ്ടത് ഊർമിളെ? അവളുടെ കൈകളിൽ എന്നും ഈ കുടുംബം സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അവളെ ഏൽപ്പിക്കുന്നതാവും നല്ലത്. ഇതിന്റെ അവസാന തീരുമാനോ. ഇനി ഇതിന് നിനക്ക് എതിർക്കാൻ പറ്റുമോ? ഇനി എതിർക്കാൻ ഇതിൽ എന്തിരിക്കുന്നു എന്തോ അമ്മേ? എങ്ങനെ നോക്കിയാലും വൈദേഹി തന്നെയാണ് ശരി. ഇത്രയും കാലം നമ്മൾ അവളെ തിരിച്ചറിഞ്ഞില്ല. ഇനിയും ആ തെറ്റ് ആവർത്തിക്കാൻ ശ്രമിച്ച നമ്മളായിരിക്കും ഏറ്റവും വലിയ ദ്രോഹികൾ. ഒട്ടും താമസിക്കണ്ട, അമ്മയെ താക്കോൽക്കൂട്ടം വൈദേഹിക്ക് കൊടുക്കുക. വേണ്ട ചേട്ടാ, അതൊക്കെ പിന്നെ ആവട്ടെ. ഇന്നലെ പായസത്തിലെ വിഷം ചേർത്തത് ആരായിരിക്കും? ആരെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും. ഭാഗ്യം കൊണ്ട് മാത്രം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ അത് ചെയ്തത് ആരാണെന്ന് അറിയണമല്ലോ. ആദ്യം അവരെ കണ്ടുപിടിക്കണം എന്തു. അല്ലെങ്കിൽ ഇന്നലെ പായസത്തിൽ ചേർത്ത ആ വിഷം ഇന്ന് ചോറിലോ കറിയിലോ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. വീണ്ടും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ അവരാരാണെന്ന് കണ്ടുപിടിക്കണം. ഇന്നലെ തൊട്ട് പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോഴിത് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലുള്ള ആരോ തന്നെയാണെന്ന് ഉറപ്പാ. ഇന്നലെ അടുക്കളയിലേക്ക് കയറിയത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി. എല്ലാവരും അടുക്കളയിൽ കയറിയിട്ടുണ്ടാവുമല്ലോ. വല്യമ്മ, ഊർമിള, ആരാധ്യ, പിന്നെ ഇന്ദു അമ്മ എല്ലാവരും കയറിയിട്ടുണ്ട്. അത് കഴിക്കാനിരുന്നത് നമ്മളൊക്കെ തന്നെയല്ലേ? നമ്മൾ കഴിക്കാൻ വെച്ചതില് നമ്മൾ തന്നെ വിഷം ചേർക്കില്ലല്ലോ. വീട്ടിലുള്ളവരെന്ന് വെച്ചാ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവര് മാത്രം ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരാള് വന്നിട്ടുണ്ടല്ലോ. ദേവൻ ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ആള്. പേരെന്തായിരുന്നു? എന്തായിരുന്നു പേര്? മഹേന്ദ്ര. അവൻ എന്തിനങ്ങനെ ചെയ്യണം? അതല്ല, അവൻ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലേ വന്നത്. വെറുതെ എന്തിനാ അവനെ സംശയിക്കുന്നത്? അവൻ അടുക്കളയുടെ ഭാഗത്ത് പോലും വന്നിട്ടില്ല.
മഹീന്ദ്രനെ നമ്മൾ അങ്ങനെയൊന്നും സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. ഏട്ടത്തിയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മഹീന്ദ്രൻ ഈ വീടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാ. അത് ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെ. അല്ലാതെ എല്ലാവരെയും കൊല്ലണമെന്ന് അവൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എങ്കി പിന്നെ വേറെ ആരായിരിക്കും ചെയ്തിരിക്കുക? വീട്ടിൽ പണിക്കാർ എത്രയോ പേരുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അതും ശരിയാ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ വീട്ടിലെ ഗ്യാസ് ലീക്കായി എത്ര വലിയ അപകടം ഉണ്ടാവേണ്ടതായിരുന്നു. അന്നങ്ങനെ ഇന്നിങ്ങനെ. പണിക്കാരെ സംശയിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതാരായിരിക്കും? പണിക്കാരെന്ന് പറയുമ്പോ നീയാണോ ഇത് ചെയ്തത്? ഞാനോ? അയ്യോ, ഈ വീടിനു വേണ്ടി, എന്റെ രാജാവിന് വേണ്ടി ഞാൻ ജീവൻ പോലും കളയാൻ മടിക്കാത്തവളാ. അങ്ങനെയുള്ള ഞാൻ നിങ്ങളുടെയൊക്കെ ജീവൻ എടുക്കാൻ ശ്രമിച്ചെന്നോ? ദുരുദ്ദേശമുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാ സംസാരിക്കാറ്. നിങ്ങളായിട്ട് ഇവിടേക്ക് കയറി വന്ന് കാശ് തരാൻ പോയിക്കോന്ന് പറഞ്ഞപ്പോ വീട്ടിൽ ഇടം തന്നാ മതിയെന്നായി. അത് ഇതിനു വേണ്ടിയായിരുന്നോ? സത്യം പറ, നിങ്ങൾ ആരാ? എന്തുദ്ദേശത്തിൽ ഇവിടെ കയറിക്കൂടിയേ? ആ മഹാറാണി, ഈ കുടുംബത്തോടുള്ള ആദരവ് കൊണ്ടാ ഞാൻ വന്നത്. എന്നിട്ടിപ്പോ എന്നെ തന്നെ നിങ്ങൾ സംശയിക്കുവാണോ? അതിരിക്കട്ടെ, ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്. ഇനിയും ഒരുപാട് പണിക്കാരിവിടെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ബാലാമണി നേരം വെളുത്തപ്പോ എവിടെയോ കെട്ടും കെട്ടി പോകുന്ന കണ്ടു. ചോദിച്ചപ്പോ വീട്ടിൽ അത്യാവശ്യമുണ്ട്, ഇന്ദു അമ്മയോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേ പറഞ്ഞില്ലായിരുന്നല്ലേ? ഇല്ല. അപ്പൊ ബാലാമണി ഇപ്പൊ ഇവിടെ ഇല്ലെന്നാണോ? അതെ, അവൾ ഇവിടെ ഇല്ല. അവിടെ മുഖത്ത് പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ആലോചിച്ചപ്പോഴാ കാര്യം പിടികിട്ടിയേ. ഇത് ആ ബാലാമണിയുടെ പണി തന്നെയാ. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ ജോലി തീർന്നു. ഇതും എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോണം.